അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീന ബിറിളല്ലാഹി അമ്മാ ബഅദ്. സഹോദരങ്ങളെ, ഇനി സൂറത്ത് ബഖറയിലെ 62-ാമത്തെ ആയത്ത്, അകമ്പൊരുളുകാരൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തൻ്റെ വാദഗതികൾക്കുള്ള ഏറ്റവും വലിയ തെളിവാണ് സൂറത്ത് ബഖറയിലെ 62-ാമത്തെ ആയത്ത്. ഈ ആയത്തിൽ പറയുന്നത്, ആയത്ത് ഇങ്ങനെയാണ്: ഇന്നല്ലദീന ആമനു വല്ലദീന ഹാദു വന്നസാറ വസ്സാബിഈന മൻ ആമന ബില്ലാഹി വൽയൗമിൽ ആഖിരി വഅമില സാലിഹൻ ഫലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ഇതിന് പൊരുളുകാരൻ പറയുന്ന അർത്ഥം, വിശ്വാസികളും യഹൂദരും ക്രൈസ്തവരും സാബിഉകളുമായവർ ദൈവത്തിലും പരലോകത്തിലും വിശ്വസിക്കുകയും നല്ലത് പ്രവർത്തിക്കുകയുമാണെങ്കിൽ അവരുടെ നാഥനിൽ അവർക്ക് മോക്ഷമുണ്ട്. അവർ ഭയക്കേണ്ടതില്ല, സുഖിക്കേണ്ടതുമില്ല. ഇവിടെ വിശ്വാസികളും യഹൂദരും ക്രൈസ്തവരും സാബിഉകളുമായവർ എന്നിടത്തൊന്നും കുഴപ്പമൊന്നുമില്ല. ദൈവത്തിലും പരലോകത്തിലും വിശ്വസിക്കുകയും നല്ലത് പ്രവർത്തിക്കുകയുമാണെങ്കിൽ എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. അവരുടെ നാഥനിൽ അവർക്ക് മോക്ഷമുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അവരുടെ നാഥനിൽ അവർക്ക് മോക്ഷമുണ്ട് എന്നത് ഫലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം, തങ്ങളുടെ നാഥനിൽ എന്നല്ല, നാഥങ്കൽ അവർക്ക് അവരുടെ പ്രതിഫലമുണ്ട് എന്ന് പറയേണ്ടതിന് പകരമാണ് അവരുടെ നാഥനിൽ അവർക്ക് മോക്ഷമുണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഇതിലുള്ള അപകടം? അല്ലെങ്കിൽ ഖുർആനിൻ്റെ ആശയങ്ങളുമായി ഇത് വിയോജിക്കുന്നത് എവിടെയാണ്? ഇതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. ഇവിടെ ഇദ്ദേഹം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്, ഒന്ന്, സർവ്വവേദങ്ങളും സത്യമാണ്. സർവ്വവേദങ്ങളും സത്യമാണ് എന്നതിനോട് നമ്മൾക്ക് വിയോജിപ്പില്ല. കാരണം അള്ളാഹു അവതരിപ്പിച്ച വേദങ്ങൾ അതെല്ലാം സത്യമാണ്. അള്ളാഹു നിയോഗിച്ച പ്രവാചകന്മാർ അവരും എല്ലാവരും സത്യസന്ധരായിരുന്നു. അള്ളാഹു എന്തൊരു ദൗത്യമാണോ അവരെ ഏൽപ്പിച്ചിരുന്നത്, ആ ദൗത്യമാണ് അവർ നിർവഹിച്ചിട്ടുള്ളത്. ആ ദൗത്യത്തിന് അവർക്ക് പ്രചോദനമേകുന്ന, തെളിവായി തീരുന്ന ഒന്നായിരുന്നു അവർക്ക് അള്ളാഹു നൽകിയിട്ടുള്ള വേദങ്ങൾ, ഗ്രന്ഥങ്ങൾ എന്ന് പറയുന്നത്. അത് നമ്മൾക്ക് അഭിപ്രായവ്യത്യാസമില്ലാത്ത സംഗതിയാണ്. ഇവിടെ പ്രധാനമായിട്ട് എടുത്തു പറഞ്ഞത്, ഒന്ന്, ഇന്നല്ലദീന ആമനു, വിശ്വാസികൾ. ഈ വിശ്വാസികൾ എന്ന് പറയുമ്പോൾ ലോകത്ത് വിശ്വാസമില്ലാത്തവരായിട്ട് ആരുമില്ല. എന്തെങ്കിലും ഒരു വിശ്വാസം എല്ലാവർക്കും ഉണ്ടാവും. പക്ഷേ ഇവിടെ ഇന്നല്ലദീന ആമനു എന്ന് പറയുമ്പോൾ ഈ വിശ്വാസികൾ ആരായിരിക്കും എന്നുള്ളത് വിശുദ്ധ ഖുർആൻ മനസ്സിലാക്കുന്ന ഏതൊരാൾക്കും പ്രഥമ ദൃഷ്ട്യാ ബോധ്യമാവുന്നൊരു സംഗതിയാണ്. ഖുർആനിൻ്റെ അനുയായികൾ എന്ന പേരിൽ അറിയപ്പെടുന്നവരാണ്, മുസ്ലിങ്ങളാണ് ഇവിടെ ഈ വിശ്വാസികൾ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. രണ്ടാമത്, വല്ലദീന ഹാദു, യഹൂദരായിട്ടുള്ളവർ, നസാറ, ക്രിസ്ത്യാനികളും. അതും ആരാണെന്ന് നമുക്കറിയാം. ലോകത്ത് യഹൂദ ക്രൈസ്തവ മതവിഭാഗങ്ങളുണ്ട്. നമ്മളുടെ നാടുകളിലൊക്കെ ഉണ്ട് ധാരാളം ക്രിസ്ത്യാനികൾ. യഹൂദന്മാർ ഇന്ത്യയിൽ വളരെ വളരെ കുറവായിരിക്കാം. ഇനി വല്ലയിടത്തും ഉണ്ടോയെന്ന് പോലും നമുക്ക് പറയാൻ കഴിയില്ല. എന്നാൽ ലോകത്ത് പല ഭാഗത്തും അവർ ചിന്നിത്തിരതി താമസിക്കുന്നുണ്ട്. അവർ പടുത്തുയർത്തിയിട്ടുള്ള, അനീതിയിലൂടെ പടുത്തുയർത്തിയിട്ടുള്ള ഒരു രാഷ്ട്രമാണ് ഇസ്രായേൽ രാഷ്ട്രം എന്നുള്ളത് എന്നൊക്കെ നമുക്കറിയാം. പിന്നെ സാബിഉകളാണ്. സാബിഉകൾ ആരാണ് എന്നത് സംബന്ധിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട് പണ്ഡിതന്മാർക്ക്. അവർ കൃത്യമായിട്ട് നമ്മൾക്ക് നിർവചിക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ട്. കാരണം
ഇന്ന് അവർ എവിടെയെങ്കിലും ഉണ്ടോയെന്ന് പോലും നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ ഖുർആൻ അവതരിച്ചിരുന്ന കാലത്ത് ഈ വിഭാഗത്തെ സംബന്ധിച്ച് മദീനയിലാണല്ലോ സൂറത്ത് അൽ-ബഖറയും ഇതേ പരാമർശമുള്ള മറ്റൊരു സൂറത്താണ് സൂറത്ത് മായിദ. ഇതൊക്കെ മദീനയിലാണ് അവതരിക്കുന്നത്. അപ്പോൾ മദീനയിലുള്ള യഹൂദർക്ക് നിശ്ചയമായിട്ടും സാബികൾ ആരാണ് എന്ന് അറിയാമായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുക. എന്നാൽ സാബികൾ എന്നത് ഇന്ന് ലോകത്ത് ചിതറിക്കിടക്കുന്ന വ്യത്യസ്ത മതവിഭാഗങ്ങളെ കൂടി ഉൾക്കൊള്ളുന്നുണ്ടോ അല്ലേ? അതൊക്കെ ഈ പണ്ഡിതന്മാരതിന് നൽകിയിട്ടുള്ള വിശദീകരണത്തിലൂടെ നമ്മൾക്ക് മനസ്സിലാക്കിയെടുക്കാവുന്ന ഒരു സംഗതിയാണ്. കൃത്യമായിട്ട് എല്ലാവരെയും അത് ഉൾക്കൊള്ളുന്നുണ്ട് എന്ന് പറയാനും പറ്റില്ല, എന്നാൽ തീരെ ഉൾക്കൊള്ളുന്നില്ല എന്നും പറയാനും പറ്റില്ല. ഈ 4 വിഭാഗത്തെ, അതായത് വിശ്വാസികൾ, യഹൂദർ, ക്രിസ്ത്യാനികൾ, സാബിയുകൾ, ഇവരെ സംബന്ധിച്ച് പറഞ്ഞതിന് ശേഷം പിന്നെ ഖുർആൻ പറഞ്ഞത് മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിരി വഅമില സാലിഹൻ, അള്ളാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്തവർ എന്നാണ്. അപ്പോൾ ഒന്ന് ഈ വിഭാഗങ്ങളൊക്കെ എടുത്ത് പറഞ്ഞതിന് ശേഷമാണ് അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞ ആളുകളിൽ നിന്ന് ആരൊക്കെയാണോ അള്ളാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുന്നവർ അവർ എന്ന് ഈ പറഞ്ഞതിനെ നേർക്ക് നേരെ നമ്മൾക്ക് മാറ്റിയെടുക്കാൻ കഴിയും. ഇല്ലെങ്കിൽ പിന്നെ ഇവരെല്ലാവരും സ്വർഗത്തിൽ കടക്കുമെന്നാണ് വരുന്നതെങ്കിൽ അവിടെ പറയേണ്ടത് എങ്ങനായിരുന്നു? ഇന്നല്ലദീന ആമനു വല്ലദീന ഹാദു വന്നസാറ വസ്സാബിഈന ലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂന. മുഅ്മിനുകൾ, അതുപോലെ യഹൂദർ, ക്രിസ്ത്യാനികൾ, സാബിയുകൾ. പിന്നെ അതിൻ്റെ അടുക്ക് അള്ളാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുകയും സൽക്കർമ്മം ചെയ്യുകയും ചെയ്യുന്നവരെന്ന് പറയാതെ നേർക്ക് നേരെ ഖുർആൻ പോകേണ്ടിയിരുന്നത് ഉലൈക ലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം, അവർക്ക് അവരുടെ റബ്ബിൻ്റെ അടുത്ത് പ്രതിഫലമുണ്ട് എന്ന് പറയാണ് വേണ്ടിയിരുന്നത്. പക്ഷേ ഖുർആൻ അങ്ങനല്ല ചെയ്തത്. ഈ 4 വിഭാഗങ്ങളെ, ഏറെക്കുറെ ലോകത്തുള്ള എല്ലാ മതവിഭാഗങ്ങളെയും എല്ലാ വേദത്തിൻ്റെ ആളുകളെയും ഇത് ഉൾക്കൊള്ളുന്നെന്ന് സാമാന്യമായിട്ട് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഈ 4 വിഭാഗങ്ങളെടുത്ത് പറഞ്ഞതിൻ്റെ ശേഷം ഈ വിഭാഗങ്ങളിൽ നിന്ന് ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുകയും അതിനനുസരിച്ച് സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്യുന്നവരാരോ എന്ന് അവരിൽ നിന്ന് വേർതിരിച്ച് എടുത്ത് പറയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്താണ്? ഈ എല്ലാ വേദക്കാർക്കും അങ്ങനെ അങ്ങ് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റില്ല. അവർക്ക് അള്ളാഹുവിൻ്റെ അടുത്ത് അങ്ങനെ ആ വിധത്തിലുള്ള പ്രതിഫലവുമില്ല. ഇതൊക്കെ വാദിക്കുന്ന, തങ്ങളിതിൻ്റെയൊക്കെ ആളുകളാണെന്ന് വാദിക്കുന്ന ആളുകൾ അവർ ആത്മാർത്ഥമായി ചെയ്യേണ്ടത് ഈ വാദം ഉന്നയിക്കുക എന്നതല്ല, മറിച്ച് തങ്ങൾ യഥാർത്ഥത്തിൽ അള്ളാഹുവിൽ വിശ്വസിക്കുന്നുണ്ട്, അതുപോലെ തന്നെ പരലോകത്തിലും വിശ്വസിക്കുന്നുണ്ട് എന്ന് പ്രഖ്യാപിക്കുകയും ആ വിശ്വാസത്തിനനുസൃതമായി സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യാന്നുള്ളതാണ്. അങ്ങനെയുള്ള ആളുകൾക്കാണ് ഫലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം. അപ്പോൾ മറ്റവർ ഈ 4 വിഭാഗത്തിൽ നിന്നും ഇങ്ങനെ വരുന്ന ആളുകൾക്ക് മാത്രമേ അള്ളാഹുവിൻ്റെ അടുത്ത് പ്രതിഫലമുള്ളൂ. അല്ലാതെ ഈ 4 വിഭാഗത്തിൽ പെടുന്നു എന്ന് വാദിച്ചതുകൊണ്ട്, അല്ലെങ്കിൽ അങ്ങനെ മറ്റുള്ളവരെ ധരിപ്പിച്ചതുകൊണ്ട്, അല്ലെങ്കിൽ സ്വയം അങ്ങനെ ധരിച്ചു വശായത് കൊണ്ടൊന്നും ഒരിക്കലും അള്ളാഹുവിൻ്റെ അടുത്ത് പ്രതിഫലം ലഭിക്കൂല എന്നാണ്. ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് പൊരുളുകാരൻ ഈ ആയത്തിനെ വിശദീകരിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം തെറ്റായിട്ട് അവിടെ അർത്ഥം പറഞ്ഞു, ഫലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം, അവർക്ക് അവരുടെ റബ്ബിൽ മോക്ഷമുണ്ട്. അപ്പോൾ എന്താണ് ഇതിനുള്ള അപകടം? അത് നമ്മൾക്ക് വിശദമായി സംസാരിക്കേണ്ട ഒരു സംഗതിയാണ്. എന്താണ് മോക്ഷസിദ്ധാന്തം? ഈ മോക്ഷം എന്ന് പറയുന്ന ചില പ്രയോഗങ്ങൾ അത് ഏതൊരു മതത്തിൻ്റെയും അനുയായികൾ കൊണ്ട് നടക്കുന്ന ചില സാങ്കേതിക പ്രയോഗങ്ങളുണ്ട്. ഈ സാങ്കേതിക പ്രയോഗങ്ങളെ മറ്റൊരു മതവുമായി, മറ്റൊരു സംഹിതയുമായി കൂട്ടിച്ചേർക്കുമ്പോൾ അവിടെ വലിയ അബദ്ധവും അതുപോലെ തന്നെ അവ്യക്തതയും വരും എന്നതാണ് വസ്തുത. അങ്ങനെ വരുമ്പോൾ ഹൈന്ദവധർമ്മവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മോക്ഷം, അതുപോലെ തന്നെ പുനർജന്മം ഇത്യാദി
അള്ളാഹുവിനെ സംബന്ധിച്ച്, ദൈവത്തെ സംബന്ധിച്ച് പറയുമ്പം സർവ്വവ്യാപി, ഇങ്ങനെയുള്ള പ്രയോഗങ്ങൾ അത് ഖുർആനിക അധ്യാപനങ്ങളുമായോ ഇസ്ലാമിക അധ്യാപനങ്ങളുമായോ ഒരിക്കലും പൊരുത്തപ്പെടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതിന് പ്രത്യേകമായിട്ടുള്ള ചില അർത്ഥതലങ്ങളുണ്ട്. ആ അർത്ഥതലങ്ങൾ ഒരിക്കലും ഇസ്ലാം അംഗീകരിക്കുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് ഇവിടെ ഖുർആൻ ഫലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം എന്ന് പറഞ്ഞിട്ടുള്ളത്. അല്ലെങ്കിൽ പറയേണ്ടിയിരുന്നത് എന്താണ്? ഫലഹും നജാത്തും ഫീ റബ്ബിഹിം എന്ന് പറഞ്ഞാൽ പോലും തങ്ങളുടെ നാഥനിൽ അവർക്ക് രക്ഷയുണ്ട്. ഈ രക്ഷയെ മോക്ഷം എന്ന് നമ്മൾക്ക് വിവർത്തനം ചെയ്യാമെങ്കിൽ പറയേണ്ടിയിരുന്നത് അങ്ങനെയാണ്, ഫലഹും നജാത്തും ഫീ റബ്ബിഹിം. പക്ഷേ ഖുർആൻ ഇന്ദ എന്നതിന് ഫീ എന്ന അറബി ഭാഷയിലെ ഫീ എന്ന അവ്യയത്തിൻ്റെ അർത്ഥമില്ല എന്നുള്ളതാണ്. ഇന്ദ എന്ന് പറയുന്നത് അടുത്ത്, അരികിൽ എന്ന അർത്ഥത്തിലെ ഇന്ദ എന്ന പദം പ്രയോഗിക്കാനും പറ്റുകയുള്ളൂ. അപ്പോൾ ഫലഹും അജ്റുഹും ഇന്ദ റബ്ബിഹിം എന്നതിന് അവർക്കവിടെ റബ്ബിൽ മോക്ഷമുണ്ട് എന്ന് പറയുന്നിടത്തുള്ള അപകടം, അത് യഥാർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ ആശയവുമായിട്ട് അത് മുന്നോട്ട് വെക്കുന്ന പ്രമാണങ്ങളുമായിട്ടോ ഒന്നും പൊരുത്തപ്പെടുന്നതല്ല. അത് തീർത്തും ഈ മോക്ഷം എന്ന് പറയുന്നത് തീർത്തും ഭിന്നമായിട്ടുള്ള ഒരു സംഗതിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ മനസ്സിലാക്കുകയും അതെന്താണെന്ന് തിരിച്ചറിയുകയും ചെയ്യുമ്പോൾ മാത്രമേ നമ്മൾക്ക് നമ്മളുടെ ഈമാൻ, ഇസ്ലാം അത് രക്ഷിച്ചെടുക്കാൻ കഴിയൂ. അത് അവഗണിച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ അകമ്പൊരുളുകാരൻ ഇവിടെ ഫലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം, തങ്ങൾക്ക് തങ്ങളുടെ നാഥനിൽ മോക്ഷമുണ്ട് എന്നർത്ഥം പറഞ്ഞിട്ടുള്ളത്. ഈ അർത്ഥകൽപ്പന എന്ന് പറയുന്നത് ഖുർആനിൻ്റെ കാഴ്ചപ്പാടുമായി ഒരിക്കലും പൊരുത്തപ്പെടാത്തതാണ്. അതുകൊണ്ട് തന്നെ ഖുർആനിൻ്റെ പക്ഷത്ത് ചിന്തിക്കുമ്പോൾ അത് തീർത്തും അബദ്ധമാണ് എന്നതാണ് വസ്തുത. ഇതുമായി ബന്ധപ്പെട്ട് കുറച്ചുകൂടി കാര്യങ്ങൾ നമ്മൾക്ക് പിന്നീട് പറയാം ഇൻഷാ അല്ലാഹ്.